കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടുത്തെ മുൻപാകെ കടന്നു വന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം അവിടെ നൽകിയതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എൻ്റെ രക്ഷ ദൈവത്തിങ്കൽ നിന്ന് വരുന്നു എന്ന് നാം വായിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ദൈവത്തിങ്കൽ നിന്ന് രക്ഷ വരുവാൻ ഈ പകൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്ത് വന്ന മൗനമായിരുന്നു. ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്, ചോദ്യങ്ങളുണ്ട്. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഭയപ്പെടുന്ന വിഷയങ്ങളുണ്ട്. അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനത്തിന് തൻ്റെ ജനത്തെ ഉദ്ബോധിപ്പിക്കാനുള്ളത് രക്ഷ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു, വിടുതൽ ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു, മഹിമ എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട്. സ്തോത്രം. ധൈര്യത്തോടെ പറ, എന്നെ രക്ഷിക്കാൻ, എന്നെ വിടുവിക്കാൻ, എന്നെ സഹായിക്കാൻ, സൗഖ്യമാക്കാൻ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ആഴത്തിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. രക്ഷ ദൈവത്തിങ്കൽ നിന്ന് വരുന്നു, വിടുതൽ ദൈവത്തിങ്കൽ നിന്ന് വരുന്നു. വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവം, വചനം അയച്ച് വിടുവിക്കുന്ന ദൈവം, വചനം അയച്ചുദ്ധരിക്കുന്ന ദൈവം, വചനം അയച്ച് നമ്മെ നിവർത്തുന്ന ദൈവം, കുഴികളെ മാറ്റുന്ന ദൈവം, അയച്ച കാര്യം സാധിപ്പിക്കുന്ന ദൈവം. ഈ പകലും ആ വചനത്തിൻ്റെ ശക്തി നമ്മുടെ അകത്തളങ്ങളിൽ വെളിപ്പെട്ടു വരികയാണ്. വിശ്വസിക്കുന്നവർ പറ, എൻ്റെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല എന്ന് സധൈര്യം പറയാൻ ഇന്ന് പ്രഭാതത്തിലും ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഹല്ലേലൂയ. അനേകർ മാറിപ്പോയില്ലേ? വാക്ക് പറഞ്ഞ് പലരും വാക്ക് മാറ്റിയില്ലേ? കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ പലരും പകുതി വഴിക്കിട്ടേച്ചു പോയില്ലേ? പക്ഷേ അനാഥരെയും വിധവമാരെയും സംരക്ഷണം ചെയ്യുന്ന, അക്ഷരികമായിട്ടല്ല പറയുന്നത്, ആശ്രയമില്ലാത്തവർ, ഒറ്റപ്പെട്ടവർ, അവരെ സംരക്ഷണം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കർത്താവാണ്. സ്തോത്രം. ആർക്കും അങ്ങനെയുള്ളവരെ സഹായിക്കാൻ, അങ്ങനെയുള്ളവരെ കരുതുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോയതിനെയും ചേർത്ത് കൊള്ളുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. യേശു കർത്താവ് പറഞ്ഞൊരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഏകൻ അല്ല. സ്തോത്രം. ഏകനല്ല, പറയുക, ഞാൻ ഏകനല്ല, ഏകനല്ല, എന്നെ വിളിച്ചവൻ എൻ്റെ കൂടെയുണ്ട്. ഇന്ന് പകൽ പറയാമോ? അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചില്ലേ? അതുവരെ യേശുവിൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാർ ക്രൂശീകരണ സമയത്ത് അകലം വിട്ട് സഞ്ചരിച്ചു. അവരാരും അടുത്തു വന്നില്ല. പിതാവായ ദൈവം കൈവിട്ടില്ല. ഈ പകൽ ചില കുടുംബങ്ങളെ നോക്കി ദൈവിക സന്ദേശം, പലരും മാറിയാലും മറന്നാലും അകലം വിട്ടാലും മാറ്റമില്ലാത്ത സ്നേഹിതനായി ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ ആ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ശബ്ദം ഇന്ന് പകലിലും നമ്മുടെ കർണപുടങ്ങളിൽ ഒന്ന് മുഴങ്ങട്ടെ. യോബിൻ്റെ പുസ്തകം 40-9 വാക്യം. ദൈവത്തിനുള്ളതുപോലെ നിനക്ക് ഭുജമുണ്ടോ? അവനെപ്പോലെ നിനക്ക് ഇടി മുഴക്കാമോ? അടുത്ത വാക്യം. നീ മഹിമയും പ്രതാപവും അറിഞ്ഞുകൊള്ളുക, തേജസ്സും പ്രഭാവവും ധരിച്ചുകൊള്ളുക.
നോക്കൂ, ദൈവം പിന്നെയും ഇയ്യോബിനോട് അരുളി ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെയും അരുളി ചെയ്യുന്ന ഒരു ദൈവം ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല അരുളി ചെയ്യുന്നത്, ഒരു പ്രത്യേക സമയത്ത് മാത്രം സംസാരിക്കുന്ന ദൈവമല്ല. എല്ലാവരാലും ഒറ്റപ്പെട്ട ചോദ്യശരങ്ങൾ തൻ്റെ സ്നേഹിതൻ വന്നപ്പോൾ ശരീരം തകർക്കപ്പെട്ടിഞ്ചിഞ്ചായി വേദനിച്ചും ചാരത്തിലിരുന്ന് ഓട്ട് കഷ്ടം എടുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വിശ്വാസത്തെ തള്ളിപ്പറയാൻ തൻ്റെ ഭാര്യ പറഞ്ഞപ്പോഴും തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ദാനങ്ങൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോഴും അവിടെ അതുവരെ ധനാഢ്യനെന്ന് അഭിമാനിച്ചിരുന്ന തൻ്റെ സമ്പാദ്യം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായപ്പോഴും അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന് ഇയ്യോബ് ഒരു പ്രഖ്യാപനം ചെയ്തു. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണും. സഹോദരങ്ങളെ, അതിനുശേഷം മനുഷ്യമൊത്തിരി സംസാരങ്ങൾ ഇയ്യോബിനെ വിഷമിപ്പിച്ചു. ഒത്തിരി ചോദ്യങ്ങൾ തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അകത്ത് നിന്ന് പുറത്ത് നിന്ന് വന്നതും തൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നതിന് തുല്യമായി തകർച്ചയുടെയും വേദനയുടെയും സങ്കടങ്ങളുടെയും ടൈമുകൾ താൻ അനുഭവിച്ചു. ചരിത്രം നമുക്കെല്ലാം അറിയാം. എന്നാൽ അതിൻ്റെ നടുവിലും 38-ാം അധ്യായത്തിൽ ഇയ്യോബിനോട് ദൈവം സംസാരിക്കുക. ചുഴലിക്കാറ്റിൽ, ഈ ചുഴലിക്കാറ്റ് ഇയ്യോബേ, നിൻ്റെതെല്ലാം ഇനി തകർക്കാനല്ല, ഈ ചുഴലിക്കാറ്റ് നിൻ്റെതെല്ലാം അപഹരിക്കാനല്ല, ഈ ചുഴലിക്കാറ്റ് ഇപ്പോൾ നീ വേദനിക്കുന്ന വേദനയുടെ ആഴം കൂട്ടാനല്ല, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാ. പ്രൈസ് ഗോഡ്. ദൈവം വിടുന്ന ചില ചുഴലിക്കാറ്റുകൾ ദൈവത്തിൻ്റെ അരുളപ്പാടിന് വേണ്ടിയാ. ഒന്നുകൂടെ നിൻ്റെ എല്ലാം തകർത്ത് കളയാനോ ഇല്ലായ്മ ചെയ്യാനോ പാറിച്ചു കളയാനോ അല്ല, നിന്നെ ഉറപ്പിക്കുന്ന ദൈവശബ്ദം. ആ അധ്യായങ്ങൾ ദൈവാത്മാവ് വ്യക്തമായി തന്നോട് സംസാരിക്കുകയാണ്. അവിടെയും എഴുതിയിരിക്കുക, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന്, കണ്ടോ, ആ ചുഴലിക്കാറ്റിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആരും നിൽക്കാത്തടത്ത്, ആരും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ഇടത്ത്, നീ ഒതുക്കപ്പെട്ട ഇടത്ത് ചുഴലിക്കാറ്റിൽ നിന്ന് സംസാരിക്കുക. 40-ാം അധ്യായത്തിൽ അതുകൊണ്ട് എഴുതിയിരിക്കുന്ന യഹോവ പിന്നെയും അരുളി ചെയ്യുക. ഒരു പ്രാവശ്യം കൊണ്ട് സംസാരിച്ച് തീർത്ത് വിടുന്ന ഒരു ദൈവത്തെ അല്ല ഇയ്യോബേ നീ സേവിക്കാൻ ഇറങ്ങിയത്, നീ കണ്ടത്, നീ രുചിച്ചറിഞ്ഞത്. നിന്നോട് വീണ്ടും സംസാരിച്ച് നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. ഇയ്യോബേ, നീ എന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചില്ലേ? എനിക്കും നിന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചുഴലിക്കാറ്റിൽ ദൈവം ഒന്ന് നിൽക്കുക. ഈ പകൽ വിശ്വാസം പ്രഖ്യാപിച്ചവൻ്റെ മുമ്പിൽ വന്ന് ചുഴലിക്കാറ്റിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്നിട്ട് മടക്കി കൊടുക്കുന്ന, നിന്നിട്ട് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊടുക്കുന്ന, നഷ്ടപ്പെട്ട ബന്ധങ്ങളെ തിരിച്ചു കൊടുക്കുന്ന, നഷ്ടപ്പെട്ട ശരീരത്തിൻ്റെ സ്ഥിതിയെ പൂർവ്വസ്ഥിതിയിലാക്കുന്ന, നഷ്ടപ്പെട്ട തലമുറകളെ മടക്കി കൊടുക്കുന്ന, നഷ്ടപ്പെട്ട ആത്മബലത്തെ മടക്കി കൊടുക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ തൻ്റെ ജനത്തിൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് യോബിനോട് ചോദിച്ച ചോദ്യമാണ്, യോബേ, ദൈവത്തിനുള്ളതുപോലെ നിനക്ക് ഭുജമുണ്ടോ? അതിൻ്റെ അർത്ഥം എൻ്റെ ഭുജത്തിൻ്റെ ശക്തിയും എൻ്റെ ഭുജത്തിൻ്റെ കരുതലുകളും നിനക്ക് മനസ്സിലാക്കുന്നതിലപ്പുറമാണ്. ഞാൻ എവിടെ പ്രവർത്തിക്കുമെന്നും എങ്ങനെ പ്രവർത്തിക്കുമെന്നും നിനക്കറിയാൻ പരിധിയുണ്ട്.
നിൻ്റെ ഈ അവസ്ഥയിലും എൻ്റെ ഭുജം നീട്ടാൻ കഴിയും. അതിൻ്റെ ആഴത്തെപ്പറ്റി നിനക്കറിയാമോന്നാണ് ദൈവം ചോദിച്ചത്. ഈ പകൽ പ്രതിസന്ധിയിലൂടെ, വേദനയിലൂടെ, കഷ്ടങ്ങളിലൂടെ, ഒറ്റപ്പെടിയിലൂടെ പോകുന്ന ചിലരോട് ദൈവത്തിന് ചോദിക്കാനുള്ളത്, നീ എൻ്റെ ഭുജത്തെപ്പറ്റി ഹല്ലേലൂയ അറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിനുള്ളതുപോലെ ഒരു ഭുജം നിനക്കുണ്ടോ? എന്ന് വെച്ചാൽ കുറുകിപ്പോകാത്ത ഭുജം, നീട്ടുന്ന ഭുജം, തിരിച്ചു മടക്കാത്ത ആ ഭുജത്തെപ്പറ്റി നിനക്കെന്തറിയാമെന്നാ ചോദിക്കുന്നത്. ഹല്ലേലൂയ. അവനെപ്പോലെ നിനക്കിടിമുഴക്കാമോ? ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ സമുദ്രത്തിലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയല്ല, അതിനേക്കാളും വലിയ ശബ്ദം, തകർത്ത ഇടിമുഴക്കം പോലെ. വെളിപ്പാട് പുസ്തകമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദം. ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ ശത്രുക്കൾ വിറയ്ക്കും, അന്ധകാരം മണ്ഡലങ്ങൾ കീഴടങ്ങും. ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടു വരേണ്ടത് വെളിപ്പെട്ടു വരും. ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ കല്ലറയ്ക്കകത്തിരുന്ന ലാസർ പുറത്തു വന്നു. ലാസറെ പുറത്തു വരികയെന്ന് ഗംഭീരധ്വനി ഉറക്ക വിളിച്ചപ്പോൾ ആ ശബ്ദത്തെ പോലെ ഒരു ശബ്ദം യോബേ, അതിൻ്റെ മഹത്വം നിനക്കറിയാമോ? ആ ശബ്ദത്തിൻ്റെ സാന്നിധ്യം വന്നാൽ ഈ പകൽ അസാധ്യങ്ങൾ സാധ്യമാകും. ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴയ്യോ പറഞ്ഞത്, യഹോവേ, അങ്ങയ്ക്ക് സകലവും കഴിയും, അങ്ങയുടെ ഉദ്ദേശങ്ങൾ അസാധ്യമല്ല. ഞാൻ അറിയുന്നു. ഈ ഒരു അറിവ് തൻ്റെ അകത്ത് വന്നു ദൈവശബ്ദം കേട്ടപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. അനന്തരം അല്ലെങ്കിൽ വീണ്ടും ചുഴലിക്കാറ്റിൽ നിന്ന് സംസാരിച്ച ദൈവശബ്ദം കേട്ടപ്പോൾ വീണ്ടും അരുളിച്ചെയ്തപ്പോഴാണ് താൻ ആ അറിവിൻ്റെ ആഴത്തിലേക്ക് വന്നത്. യഹോവേ, അങ്ങയ്ക്ക് കഴിയുമെന്ന് പറഞ്ഞത്, ആ ഭുജത്തിൻ്റെ ശക്തി ശ്രേഷ്ഠമെന്ന് പറഞ്ഞത്, ആ ശബ്ദത്താൽ ഇല്ലാത്തത് ഉളവാകുമെന്ന് പറഞ്ഞത്, ആ ശബ്ദത്താൽ ഒരു വലിയ തിരിച്ചുവരവുണ്ടെന്ന് പറഞ്ഞത് ഇന്ന് പകൽ എത്ര പേർക്ക് പ്രഖ്യാപിക്കാൻ കഴിയും? ആ ശബ്ദം എൻ്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുന്നതാണ്. ആ ശബ്ദം എൻ്റെ കുടുംബജീവിതത്തെ പണിയുന്നതാണ്. ആ ശബ്ദം എന്നെ ശക്തീകരിക്കുന്നതാണ്. ആ ശബ്ദം എൻ്റെ സകല കുറവുകളെയും പരിഹരിക്കുന്നതാണ്. ആ ഭുജം ആഴിയെ വഴിയാക്കുന്നതാണ്. ആ ഭുജം എന്നെ ബലപ്പെടുത്തുന്ന, വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠാലോചനയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ഭുജത്തിൻ്റെ മഹാത്മ്യം ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ. അങ്ങയുടെ ശബ്ദത്തിൻ്റെ ശക്തി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആ വചനത്തിൻ്റെ ശക്തിയും ആ ഭുജത്തിൻ്റെ മഹാത്മ്യവും ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലും വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അങ്ങയ്ക്ക് കഴിയും പിതാവേ, അങ്ങയ്ക്ക് കഴിയും. അങ്ങയ്ക്ക് കഴിയും തുറക്കാൻ കഴിയും, അഴിക്കാൻ കഴിയും, വിളിച്ചു വരുത്താൻ കഴിയും, ഇപ്പോഴും സൃഷ്ടിക്കാൻ കഴിയും, ബലം കൽപ്പിക്കാൻ കഴിയും. ഞങ്ങളെ പുറപ്പെടുവിക്കാൻ ആ ഭുജത്തിന് കഴിയും. ആ ശബ്ദം ഞങ്ങളുടെ ബലഹീനതകളെ മാറ്റുന്നു, സൗഖ്യമാക്കുന്ന ശബ്ദം, വിടുവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ശബ്ദം, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ശബ്ദം ഇന്ന് പകലിലും വെളിപ്പെടുത്തിയിരിക്കുക. സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ ദൈവമുമ്പാകെ സമർപ്പിക്കൂ. ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ ഭുജത്തിൻ്റെ ശക്തിയും ഈ പകൽ കർത്താവ് വെളിപ്പെടുത്തും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.